സാർ നമസ്കാരം. ഒരുപാട് ദിവസമായി ഞാൻ ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത യുദ്ധ വാർത്തയാണ്. ഞാനിങ്ങനെ കൗതുകത്തോടെ നിരീക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ ലോകത്തിലെ ഒന്നാം ശക്തി അമേരിക്ക, 2ഉം 3ഉം ചൈനയും റഷ്യയുമാണ്. അത് അംഗീകരിക്കപ്പെട്ടതാണ്. സാമ്പത്തിക ശക്തിയാണെങ്കിലും സായുധ ശക്തിയിലാണ്. പക്ഷേ ഇവർ ആക്റ്റീവായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. യുക്രൈനിൽ ഇടപെടുന്നത് അങ്ങരുടെ സ്വന്തമായതുകൊണ്ടാണ്. മറ്റു കാര്യങ്ങളൊന്നും അവരിടപെടുകയോ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യാറില്ല. എങ്ങും തൊടാതെയൊക്കെയാണ് പോകുന്നത്. ഈ കാര്യത്തിലും എങ്ങും തൊടാതെ നിന്നു കുറച്ച് ദിവസം. അത് കഴിഞ്ഞപ്പോൾ ചൈന പറഞ്ഞു, ഈ നടക്കുന്നതൊന്നും ശരിയൊന്നുമല്ല, എല്ലാവരുടെയും സ്വയം സംപ്രഭുത അത് അംഗീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതും കൃത്യമായ ഒരു പറച്ചിലല്ല. പുടിൻ ഇന്നലെ UAE രാജാവിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് സംസാരിച്ചു എന്നുള്ളത് പുറത്തു വന്നില്ല. ബട്ട് ഒരു മോറൽ സപ്പോർട്ടായിരിക്കും കൊടുത്തത്. ഇവർക്കിതിൽ താല്പര്യമൊന്നുമില്ലേ റഷ്യയ്ക്കും ചൈനയ്ക്കും? റഷ്യക്ക് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഭയങ്കര ദേഷ്യമാണ് അമേരിക്കയോടും ഇസ്രായേലിനോടും. അവർ ഇത്രയും പ്രതാപം കാണിക്കുന്ന, ശക്തി കാണിക്കുന്ന എന്തിനാണെന്നുള്ളതാണ്. ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ കാണിക്കുന്നതൊക്കെ ഒരു അഹങ്കാരമല്ലേ എന്നുള്ളതാണ് പുടിൻ്റെ കാഴ്ചപ്പാട്, മനസ്സിൽ തോന്നണത്. പക്ഷേ അതേസമയം പുടിൻ്റെ ആവശ്യവും പുടിൻ്റെ മോഹവും നീഡും ക്രേവിങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം നടക്കണമെന്നാണ്. കാരണം ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പുടിന് സമാധാനമായി. ഒന്നാമത്തെ ഓയിൽ പ്രൈസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ അവിടെ ഈ യുക്രൈനിൽ നിന്നുള്ള ശ്രദ്ധ കുറേ തിരിഞ്ഞു വരും. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധമൊന്നും നടക്കണം എന്നാണ് പുടിൻ്റെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് പുടിൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു ടെൻഷനുണ്ട്, ഒരു എസ്കലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ പ്രൈസിൽ ദർ വിൽ ബി എ ഫ്ലെയർ അപ്പ്. അപ്പോൾ വെറുതെ ഒന്നും അറിയാതെ പണക്കാരനാണ് റഷ്യ അല്ലെങ്കിൽ റഷ്യക്കാർ. അതുകൊണ്ട് പുടിന് ഈ യുദ്ധം തുടർന്നു പോകേണ്ടത് ആവശ്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മോഹവുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഇടപെടാൻ പോകുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. യുദ്ധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല, നെഗോഷിയേഷൻസിലൂടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. അങ്ങനെ പിന്നെ വേറെ കുറച്ച് പ്രോവർബ്സും കൂടി പറയുമായിരിക്കും. പിന്നെ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് പറയില്ല, മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാ പ്രോവർബ്സും നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും മാത്രമേ പുടിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രി അത് മോശമൊന്നും. അതെ അതെ, ആ കാര്യത്തിൽ യുദ്ധമല്ല ബുദ്ധനാണ് വേണ്ടത്. അതെ അതെ അതെ, അത് യുദ്ധമല്ല ബുദ്ധനാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പുള്ളി ആകത്തൂടെ എല്ലാരെയും വിളിച്ചിട്ട് അടിക്കടാമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ. അതെ അതെ, അത് നല്ല പോലെ ചെയ്യും. അപ്പോൾ ഇതാണ് സാഹചര്യം. പിന്നെ പുടിനിപ്പോൾ ഈ യുക്രൈനിൽ പോയി പെട്ട് കിടക്കാനുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിനും 2 ആഴ്ചയ്ക്കും ഇടയിലുള്ള സമയത്തിനുള്ളിൽ യുക്രൈനെ നിരപ്പാക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എത്ര കാലം ആയെന്ന് നമുക്കറിയാം. റഷ്യക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, മണിക്കൂറുകൾ കൊണ്ട് യുദ്ധം. ഇപ്പോൾ 1956 ഹംഗറിയിൽ അത് ചെയ്തു, 1968 ചെക്കോസ്ലോവാക്യയിൽ ചെയ്തു, അങ്ങനെയൊക്കെ പോയി. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. അവർ പോയി പെട്ടെന്ന് കയറി നിരപ്പാക്കുന്ന കാര്യമൊന്നും ഒരിടത്തും നടക്കില്ല. അപ്പോൾ ഇവിടെ വന്ന് അമേരിക്കൻ ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് മത്സരിച്ച് അവിടെ പോയി പെരുമാറാന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ അതെന്നൊക്കെ പറഞ്ഞാൽ വേറൊരു ലെവലാണല്ലോ. അത് അതിൽ ന്യൂക്ലിയർ ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രാവശ്യം ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 25 ഇയേഴ്സിന് പിന്നെ ഫ്യൂവലേ വേണ്ട. ആ രീതിയിലുള്ള വേറൊരു ലെവലിലാണ്. നമ്മുടെയൊക്കെ ചിന്തയ്ക്ക് അപ്പുറം ഉള്ളൊരു കാര്യമായിട്ട് അതിനെ കണക്കാക്കാം. പിന്നെ ചൈന പറയും ചൈനയ്ക്ക് കുറേ എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ചൈനീസ് ഏത് പ്രൊഡക്റ്റ് നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൈനീസ് പ്രൊഡക്റ്റ് എന്ത്. അപ്പോൾ അതേപോലത്തെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ചൈനയ്ക്കായാലും റഷ്യക്കായാലും ഈ ഏറ്റുമുട്ടലിൽ യാതൊരു താല്പര്യമില്ല. മാത്രമല്ല, ഇപ്പോൾ റഷ്യയുടെ ഈ ഇടയുള്ള സമീപനങ്ങൾ നമ്മൾ കുറേ കണ്ടല്ലോ. റഷ്യയോടൊപ്പം ഊണിലും ഉറക്കത്തിലും സമ്പത്തിലും സന്തോഷത്തിലും എന്താ പറയുക, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്നിരുന്നൊരു രാജ്യമാണ് സിറിയ. ഫോർ 54 ഇയേഴ്സ് ഈ അസദ് ഫാമിലിയാണ് ഭരിച്ചിരുന്നത്. മറ്റേ ഹാഫിസ് അൽ അസാദ് ആയാലും ബാഷർ അൽ അസാദ് ആയാലും എല്ലാ കാര്യത്തിലും റഷ്യയായിട്ട് യോജിച്ചു പോയിരുന്നതാണ്. റഷ്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമായിരുന്നു സിറിയ. ആ സിറിയയിൽ നിന്നും ബാഷർ അൽ അസാദ് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ റഷ്യ ഒന്നും ചെയ്തില്ലല്ലോ. ഓക്കെ, അവിടെ അഭയം കൊടുത്തു, അത് വേറൊരു കേസ്. വേറെ കാര്യമായ ഒന്നും അവിടെ ചെയ്തില്ല. പിന്നെ അവരുടെ എന്തോ മിലിറ്ററി വിത്ഡ്രോ ചെയ്തു. അപ്പം അത്രേ അവിടെ ചെയ്യുന്നുള്ളൂ. അത് ഇത്രയും 54 ഇയേഴ്സായിട്ട് ബന്ധമുള്ള സിറിയയുടെ കാര്യത്തിൽ അതാണ്. പിന്നെ നമുക്ക് വേറൊരാളറിയാമല്ലോ,
മധുരമുള്ള ഹൃദയത്തിനുടമയാ മധുറോ, മധുരയെ തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയുണ്ടല്ലോ. സീതാദേവിയെ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോയണം, അവിടെ നിന്ന് കൊണ്ടുപോയി. ഓൾറെഡി ട്രേഡ് അഗ്രിമെന്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യവും പുടിൻ ചെയ്തിട്ടില്ല. പിന്നെ വേറെ നഗർണോ കറാബാക്ക് എന്ന് പറഞ്ഞിട്ട് അസർബൈജാന്റെ പരിസരത്ത് അർമേനിയൻ ക്രിസ്ത്യൻസ് 1.5 ലക്ഷം പേരായിട്ട് ഉണ്ടായിരുന്നു. അവരോട് ഈ റഷ്യ ഇപ്പോൾ വീക്കായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അസർബൈജാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ സ്ഥലം വിട്ടു, ഉടനെ സ്റ്റാൻഡ് കാലിയായിക്കോളാൻ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം, മുസ്ലിം ആണെങ്കിൽ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് നിൽക്കക്കള്ളിയിൽ അവരോടി. പുടിനൊന്നും ചെയ്തില്ല. അപ്പോൾ പുടിന് ഇത്രയൊക്കെ ചെയ്യാവുന്ന ഇപ്പോൾ അവസ്ഥയുള്ളൂ. അതുകൊണ്ട് പുടിനിൽ നിന്ന് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവിടെ പോയി ഈ പണിക്ക് ഇടപെടാന്ന്. അപ്പോൾ എങ്ങനെയായാലും ഈ യുദ്ധം നടക്കേണ്ടത് പുടിൻ്റെ ആവശ്യമായിട്ടാണ് പുടിൻ കാണുന്നത്. പിന്നെ ചില ട്രേഡ് അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്. ബ്രിക്സിൽ മെമ്പറാണ്, അങ്ങനെ കുറേ ഇതിലൊക്കെ. അതൊക്കെ ഒരു ട്രേഡ് അഗ്രിമെൻറ്റ് മാത്രമാണ്, ഒരു ഡിഫൻസ് എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ അതില്ല. ഇപ്പോൾ ഓക്കെ വി ക്യാൻ തിങ്ക് അബൌട്ട് നെയ്റ്റോയുടെ നിയമാവലിയിൽ ആർട്ടിക്കിൾ നമ്പർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ആക്രമിക്കുന്നതിന് തുല്യമാണെന്ന് കയറി അടിക്കാന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ ട്രീറ്റി മുമ്പ് പ്രശ്നത്തിൻ്റെ കാലത്തുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ ട്രീറ്റേജിൽ ഇങ്ങനെയൊന്നുമില്ല. ട്രേഡ് അഗ്രിമെൻ്റ് എന്നുള്ള രീതിയിലാണ്. വേണമെങ്കിൽ വെപ്പൺസ് എന്തെങ്കിലും ചോദിച്ചാൽ കാശ് കൊടുത്താൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു കാര്യമില്ല. പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ആവശ്യമാണ്. പ്രോർബ്സ് വരും, അത് വേറെ കേസ്. പക്ഷേ യുദ്ധം ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്യൂവൽ വളരെ വില കുറച്ച് ഇറാൻ്റെ നിന്ന് കിട്ടുന്നുണ്ട്. ഇറാന് നേരെ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വില കുറച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കില്ല. അപ്പോൾ ചൈനയ്ക്കും ഇതിൽ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ റീസൺസ്. പിന്നെ ഐഡിയോളജി ലെവലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യക്ക് അറിയാമല്ലോ, ഇതൊരു മതതീവ്ര രാഷ്ട്രമാണ്. മതതീവ്രവാദമാണ് അവിടെ ഉള്ളത്. ഈ മതതീവ്രവാദം ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ. ഫോർ എക്സാമ്പിൾ 79 to 89 അഫ്ഗാനിസ്ഥാനിൽ അനുഭവിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ഇപ്പോൾ ഒരു പ്രദേശം ഗ്രോസ്നി എന്നാണ് ക്യാപിറ്റലിൻ്റെ പേര്, ഒരു രാജ്യം ചെച്നിയക്കാർ വിഘടനവാദമായിട്ട് നടക്കുകയാണ്. അവർക്ക് ഇസ്ലാമിക് ഒരു കൺട്രി ആക്കിയിട്ട് അത് മാറ്റണമെന്ന് താല്പര്യമുണ്ട്. ഒരു പ്രാവശ്യം അവർ ബസ്ലൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇങ്ങനെ ബന്ദികളായിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്, അവരെ വിട്ടുതരാണെങ്കിൽ ഈ കുട്ടികളെ വിടാമെന്ന് പറഞ്ഞു. പുടിൻ വഴങ്ങിയില്ല. അവർ 500 സ്റ്റുഡൻസിനെയാണ് ആ സ്കൂളിൽ കൊന്നുകളഞ്ഞത്. എന്നിട്ടും വഴങ്ങിയില്ല എന്നുള്ളത് വേറെ കേസ്. അപ്പോൾ അതാണ് ഈ മതതീവ്രവാദം ഈ റഷ്യ അനുഭവിക്കുന്നത്. അവർക്കറിയാം മതതീവ്രവാദം എന്താണെന്ന്. അതുകൊണ്ട് ഇറാനോട് അകത്തുനിന്നൊരു സ്നേഹം ഒന്നും ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പുറമേ കാണിക്കുന്ന അമേരിക്കയോടുള്ള വിരോധം ഓക്കെ, കോമൺ ഫാക്ടറാണ്, അത്രേ ഉള്ളൂ. അപ്പം അതാണ് അവരുടെ. എനിക്ക് തോന്നുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് അമേരിക്കക്കാരാണ്. അവർക്ക് ആവശ്യം വരുമ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ കൂട്ടുപിടിക്കും. അവർക്ക് ആവശ്യം വന്നാൽ ഇസ്ലാമിക തീവ്രവാദികളെ ഉണ്ടാക്കും. ഒരു കണക്കിന് ഈ ISIS, അൽ ഖ്വയ്ദ, താലിബാൻ ഇതൊക്കെ അമേരിക്കൻ സൃഷ്ടിയാണ്. സോവിയറ്റ് യൂണിയന് ശ്വാസം മുട്ടിക്കാനായിട്ട് താലിബാനെ ഉണ്ടാക്കി, അഫ്ഗാനിസ്ഥാനിൽ കച്ചറ ഉണ്ടാക്കി, എന്നിട്ട് ആ താലിബാനുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്ത് പിന്നെ അവിടെ ഇട്ടിട്ട് പോയി. ഇങ്ങനെയൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ട് തീവ്രവാദി, ഞങ്ങളുടെ തീവ്രവാദിയാണെങ്കിൽ നല്ല തീവ്രവാദി. അത് ഇറാനിലും തുടക്കത്തിൽ അങ്ങനെ ചെയ്തായിരുന്നു. ഈ മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി ആയിരുന്നു അമേരിക്കയ്ക്ക്, ടു ഒപ്പോസ് കമ്മ്യൂണിസം. അവിടെ കമ്മ്യൂണിസം തുടങ്ങിയായിരുന്നു. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരും മതവാദികളും കൂടി ഒരുമിച്ചായി. കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ട് ഈ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടെങ്കിലും അവർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂടും. നമ്മുടെ ഇവിടെ പോലും SFIക്കാർ സമരം ചെയ്തായിരുന്നു ഇറാനിലെ ഷാക്കെതിരെ. ഞാൻ ക്ലാസ്സിൽ കയറാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ഇറാൻ അനുകൂലമായിട്ടാണ് അതെ ഇന്നലെയൊക്കെ അമേരിക്കക്കെതിരായതുകൊണ്ട്, അതായത് ഇറാൻ അനുകൂലമായിട്ട്. അതെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി അവിടെ അധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്ത നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒന്നടങ്കം കൊന്നടക്കിക്കളും. കൊന്ന് നിരത്തി അങ്ങോട്ടായിരുന്നു. ചത്താലും വേണ്ടില്ല, അവരുടെ കൂടെ നിൽക്കുള്ളൂ. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പണി കൊണ്ട് കണക്ക്. അതിപ്പോൾ ഇവിടുത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. ഈ പ്രീണനം വഴി മത തീവ്രവാദത്തെ വളർത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറേ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വന്നും പോയി ഞാൻ നോക്കുമ്പോൾ അമേരിക്കയാണ് ഇവന്മാരെ ഉപയോഗിക്കുന്നത്. അതെ, മതതീവ്രവാദികളെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ ആവശ്യത്തിന് അവർ മതതീവ്രവാദി കൊള്ളാമെന്ന് പറയും. 4 ദിവസം കഴിയുമ്പോൾ കൊലനേരത്തിനാണ് അവനെ പിടിച്ചോണ്ട് വന്ന് അതിനെ പിടിച്ചോണ്ട് പോയി തൂക്കിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, എന്താന്ന് വെച്ചാൽ അതും ചെയ്യും.
അവരുടെ സ്വന്തം ആവശ്യത്തിന് രണ്ട് കളിയും കളിക്കും. എല്ലാവരും ഇങ്ങനെ അവരെ കളി. അതേപോലെ മറ്റേ ചൈന വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മറുപടി. ചൈനയ്ക്ക് ഈ ഇറാൻ ഇങ്ങനെ വീക്കായിട്ട് നിന്നാലേ അവർക്ക് ഈ പറഞ്ഞ എണ്ണകൾ കിട്ടും. പല എണ്ണ, പെട്രോളോ ഡീസലോ കിട്ടണമെങ്കിൽ, വിലക്കുറവിൽ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഇറാൻ ഇങ്ങനെ തന്നെ നിൽക്കണം. പിന്നെ ഇവർക്ക് ഐഡിയോളജി ലെവലിലൊന്നും യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ മുസ്ലിങ്ങളെ ഏറ്റവും അധികം പീഡിപ്പിക്കുന്ന രാഷ്ട്രം ചൈനയാണ്. ചൈനയുടെ പ്രത്യേകിച്ച് ആ സിങ്കിയാങ് എന്നൊക്കെ പറയുന്ന റീജൻ ഉണ്ടല്ലോ, അവിടെ ഒരാൾ ജനിച്ചാൽ മുഹമ്മദ് എന്ന് പേരിടാൻ പാടില്ല, വീടിന് പച്ച പെയിൻ്റ് അടിക്കാൻ പാടില്ല, ഖുറാൻ പബ്ലിക്കായിട്ട് കൊണ്ട് നടക്കാൻ പാടില്ല, ഫാസ്റ്റിംഗ് ഈ റംസാൻ സീസണിൽ പറ്റില്ല. അറബിക്ക് പഠിപ്പിക്കുന്നത് തീവ്രവാദത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അവർ അവിടെ പഠിപ്പിക്കുകയോ ചെയ്യുന്നത്. ആ രീതിയിലാണ് കാണുന്നത്. പിന്നെ ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള ചെറുപ്പക്കാരെ വളരെയധികം ദശലക്ഷക്കണക്കിന് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഡീ റാഡിക്കലൈസേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്, പക്ഷേ പ്രാക്ടിക്കലി കോൺസെൻട്രേഷൻ സെൻറ്റർ, ഒരക്ഷരം മിണ്ടാൻ സമ്മതിക്കാതെ അവരുടെ മെനുവിൽ പോർക്ക് ഒരു മെയിൻ ഐറ്റമാണ്. ഇതൊക്കെയാണ് ചൈന ചെയ്യുന്നത്. പക്ഷേ ചൈനയ്ക്കെതിരെ ഏകദേശം 55 മുസ്ലിം മെജോറിറ്റി കൺട്രീസ് ഉണ്ട്. ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രിയും ചൈനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടില്ല. അവർക്ക് അക്ഷരം മിണ്ടാം. ഇന്ത്യക്കെതിരെ, ഇസ്രായേലിനെതിരെ, അമേരിക്കയ്ക്ക് എതിരെ. ദർ ഈസ് ലിബറൽ ഡെമോക്രസി. അവിടെ എന്തെങ്കിലും മിനോറിങ്ങിന് പോസിബിലിറ്റി ഉണ്ട് ഈ ലിബറൽ ഡെമോക്രസിയിലോട്ട്. അവിടെ മാത്രമേ ഈ ചൈനയ്ക്കെതിരെ ഒരിക്കലും ഒരു മുസ്ലിം രാഷ്ട്രം, പാകിസ്ഥാൻ അടക്കം, ഒന്നും പറയില്ല. അപ്പം ഇതൊക്കെയാണ് സാഹചര്യം. ഏതായാലും റഷ്യയും ചൈനയും വന്നിട്ട് സഹായിച്ചിട്ട് ഇറാൻ്റെ പണി നടക്കുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.